സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചീരയാണ്. ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ചീര പാവിയിട്ട് ഏകദേശം ഒരു 10-25 ദിവസമായിട്ടുണ്ട്. അപ്പം ഞാനിതിന് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി മാത്രമാണ്. വേറൊരു വളവും ഞാൻ ഇതിന് കൊടുക്കുന്നില്ല. നമ്മളിന്ന് കാണിക്കുന്നത് ചീര എങ്ങനെ നമ്മൾ ചീര എല്ലാവരും കൊണ്ട് ഇങ്ങനെ പാവി കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അത് മുളച്ച് പൊന്തുമ്പോൾ കട്ട കൂട്ടായിട്ട് ഇങ്ങനെ മുളച്ച് പൊന്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ചീര പാവൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ചീര നട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ 25 ദിവസമായിട്ടുണ്ട്. 25 ദിവസത്തിൻ്റെ ഒരു വളർച്ചയൊന്നും ഇതിന് കാണാനില്ല. നമ്മൾ എവിടെ പാവിയതുപോലെ തന്നെ അവിടെ ഇരിക്കണത്. നമ്മൾ വേറെ എവിടെയെങ്കിലും മാറ്റി കുഴിച്ചിടുകയൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ഒരു 3-4 കടകൾ മാത്രം ഞാൻ ഗ്രോ ബാഗുകളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ഇതിനേക്കാളും കുറച്ചും കൂടി വളർച്ച കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ആണ് നമ്മൾ ഗ്രോ ബാഗുകളിലേക്ക് മാറ്റി വെച്ച ചീരയുടെ കടകളുടെ. ഇത് അത്യാവശ്യം മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും വളർച്ച ഇതിനുണ്ട്. നമ്മളാദ്യം നമ്മുടെ സ്ഥലമൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കും. ഇവിടെ കുറച്ച് പുല്ലേക്ക് മുളച്ച് കിടക്കണം. അപ്പം നമ്മളതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചീര നടാനുള്ള സെറ്റപ്പിലേക്ക് നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ ഇവിടെ കുറച്ച് പൊടിമണ്ണ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ പൊടിമണ്ണ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചീരവിത്ത് ഇട്ട് കൊടുത്ത് അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചീര പാവാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ചീര ഡയറക്റ്റ് പാവാണെങ്കിൽ അത് എവിടെയെങ്കിലും ഇടുന്ന സ്ഥലത്ത് കട്ട കൂട്ടായിട്ട് കിടക്കും. അതുപോലെ തന്നെ അത് മുളച്ച് കൊണ്ടുവരും. ഇതാകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരേ രീതിയിൽ നമുക്ക് പാവാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ചീരവിത്ത് ഇട്ട് കൊടുക്കുകയാണ്. മണ്ണ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശേഷം നമുക്കത് പാകി കൊടുക്കാം. ഇത് നമ്മുടെ ചീരവിത്ത് മിക്സ് ചെയ്തിട്ടുള്ള പൊടിമണ്ണ് കേട്ടോ. നമ്മളത് ഇങ്ങനെ വിതറി കൊടുക്കണം. ഇതാണ് നമ്മൾ വിതയ്ക്കുന്ന ചീരവിത്ത്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് മണ്ണും കൂടി വിതറി കൊടുക്കണം കേട്ടോ. ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും ഒരിക്കൽ കൂടി ബൈ.